ഇതുപോലുള്ള 4 വരി 6 വരി പാതകളിൽ വലിയ വാഹനങ്ങൾ, ഭാരം കയറ്റിയ വാഹനങ്ങൾ, വേഗത കുറഞ്ഞ വാഹനങ്ങൾ തുടങ്ങിയവ ഇടതുവശം ചേർന്ന് മാത്രമേ പോകാവൂ എന്നതാണ് നിർദ്ദേശം. പക്ഷേ ഇതൊക്കെ നിരത്തിൽ പാലിക്കപ്പെടുന്നുണ്ടോ? നമുക്കൊരു ഡ്രൈവ് പോകാം, എന്നിട്ട് ഇക്കാര്യങ്ങൾ പരിശോധിക്കാം. നമുക്ക് മുന്നിൽ കാണുന്ന ബസ് ഒരുപാട് നേരമായി വലതുവശത്തെ ട്രാക്കിലാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അത്തരം പ്രവണതകൾ കൂടി വരുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. ഒട്ടനവധി വാഹനങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ട്. ഇവരാരും തന്നെ ഇത് പാലിക്കാതെ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് മുന്നിൽ പോകുന്ന മറ്റൊരു ലോറി. മിക്ക ലോറിക്കാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക, റൈറ്റ് ട്രാക്ക് പിടിച്ച് മുന്നോട്ട് പോകുക. എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇനി അങ്ങനെ വല്ല നിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ട്രെയിനിങ്ങോ കിട്ടിയിട്ടുണ്ട്. അതായത് ഇടതുവശം ചേർന്ന് പോകരുത്, റൈറ്റ് ട്രാക്ക് തന്നെ പിടിച്ച് പോകണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്ന് സംശയം. ഒരു ആംബുലൻസ് വരുന്നുണ്ട്. പക്ഷേ ആംബുലൻസിന് എങ്ങനെ മുന്നോട്ട് പോകും? അതായത് വേഗത കുറഞ്ഞ് പോകേണ്ടവരൊക്കെ തന്നെ വലതുവശത്തെ ട്രാക്കിൽ പോവുകയാണ്. കണ്ടില്ലേ, ഇടതുവശം ചേർന്ന് പോകേണ്ട വാഹനങ്ങളെല്ലാം വലതുവശം പിടിച്ച് ലെയിൻ ട്രാഫിക് ലംഘിച്ചാണ് പോക്ക്. കുറച്ചുനാൾ മുൻപ് കൊടകരയിൽ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണിത്. ഇവിടെയും പ്രശ്നം ലെയിൻ ട്രാഫിക് നിയമലംഘനമായിരുന്നു നാട്ടുകാർ. ഇവിടെ നോക്കട്ടില്ല, വണ്ടികളൊക്കെ അതികൂടെ ഇതികൂടെ ഒക്കെ കയറിപ്പോണ്ട്. ഞാൻ ട്രാഫിക് ഇപ്പൊ സ്പീഡ് ട്രാക്കിലൂടെ ലോറികൾ പോകാൻ പാടില്ല എന്ന് പറയാം. നിങ്ങളിവിടെ നിന്നാലും അറിയാം, ആ ലോറികൾ വരുന്നൊക്കെ ആ വരുന്ന സൈഡിൽ കൂടെ സ്പീഡ് ട്രാക്കിലൂടെ പോകാൻ പാടില്ല. അവർ ഈ സൈഡിൽ കൂടെ പോകാൻ പാടുള്ളൂ. ലെയിൻ ട്രാഫിക് തീരെ പാലിക്കപ്പെടുന്നില്ല. ലെയിൻ ട്രാഫിക്കിനെ കുറിച്ചുള്ള അജ്ഞത കൊണ്ടായിരിക്കാം ഇരുചക്ര വാഹനം പോലും വലതുവശത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ തർക്കമാണ്. അതാണ്ടില്ലേ, വളരെ സാവധാനം പോവുകയാണ് ആ ബൈക്ക്. റൈറ്റ് ട്രാക്ക് പിടിച്ചാണ് കൂടുതൽ സമയവും ഈ ബൈക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെയാണ് ഈ അവസ്ഥ. കേരള പോലീസിന്റെയും MVDയുടെയും കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും ബോർഡാണിത്. ഒബേ ലെയിൻ ട്രാഫിക്. പക്ഷേ ഒരു വാഹനങ്ങളും പാലിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതോടൊപ്പം തന്നെ ഫൈൻ ഓഫ് ₹1000 രൂപ പിഴയാണ്. വലിയ പിഴത്തുകയാണ്. പക്ഷേ പിഴയൊന്നും അങ്ങനെ ചുമത്തപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബോർഡുകളൊക്കെ ഒട്ടനവധി ഉണ്ടെങ്കിലും ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ യഥേഷ്ടം ഇതൊക്കെ വയലേറ്റ് ചെയ്തു പോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലെയിൻ ട്രാഫിക് നിയമലംഘനങ്ങൾ ക്യാമറയിൽ കണ്ടെത്തി പിഴ ചുമത്തുന്ന രീതിയില്ല. നേരിട്ടുള്ള പരിശോധനകളിലാണ് പിടി വീഴാറ്. പരിശോധനകൾ കുറഞ്ഞതോടെ കാര്യങ്ങൾ വീണ്ടും പഴയപടിയായെന്നാണ് ആക്ഷേപം. വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ അവിടെ എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. തെറ്റായ ഒരു പണി ചെയ്ത് അപ്പം പിടി വീഴും. ആ ഒരു പേടി ഇന്ന് ഡ്രൈവർമാരിൽ ഇല്ലാത്തത് കൊണ്ടാണ് അപകടങ്ങൾ കൂടുന്നതും റോഡിലെ വയലേഷൻസ് കൂടുന്നതും. ലെയിൻ ട്രാഫിക്കിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷേ കണ്ട മറ്റൊരു കാഴ്ച, റോങ് സൈഡിൽ പോവുകയാണ് ഒരു ലോറി. കണ്ടില്ലേ, അതായത് എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾ പോകേണ്ട ഫ്ലൈ ഓവറാണ്, അവിടെ കൂടെ റോങ് സൈഡിൽ ഒരു ലോറി പോവുകയാണ്. ഇതാണ് നിരത്തുകളിലെ അവസ്ഥ. ലൈൻ ട്രാഫിക് കൃത്യമായി നടപ്പാക്കണമെങ്കിൽ ഒരു കാര്യം തുടർന്നേ മതിയാകൂ, അത് പരിശോധനയാണ്. ശക്തമായ എൻഫോഴ്സ്മെന്റ് സംവിധാനം അത് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നടപ്പാക്കണം. ഇതോടൊപ്പം ബോധവൽക്കരണവും വേണം. അല്ലെങ്കിൽ റോഡുകളിൽ അപകടങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.